ഏറ്റവും ഉന്നത വിജയം നേടുന്നതിന് വേണ്ടി സ്കൂളിലെ കുട്ടികളെ അതിന് യോഗ്യരാക്കി തീർത്ത മാനേജർ, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, അധ്യാപകർ, മാതാപിതാക്കന്മാർ, PTA പ്രസിഡന്റ്, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരെയും ബദിനി ആശ്രമത്തിന്റെ നാമത്തിൽ ഞങ്ങൾ ഹൃദയംഗമായി അഭിനന്ദിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരന്മാരാകുന്ന ഭാഗ്യശാലികളുണ്ട്. ഓണം ബമ്പർ, ക്രിസ്മസ്, ന്യൂ ഇയർ ബമ്പർ, ഒറ്റ ദിവസം കൊണ്ട് നമ്മളെ കോടീശ്വരന്മാരാണ്. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് മഹാന്മാരായ ആളുകൾ ഈ പ്രദേശത്തിൽ ഇല്ല എന്ന് പറയുന്നത് ഒരു സത്യം തന്നെയാണ്. വളരെ ദീർഘകാലത്ത് കഠിനാധ്വാനം മൂലം മാത്രമേ ഒരാൾക്ക് മഹാന്മാരുടെ പട്ടികയിൽ ഇടം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഹാർഡ് വർക്ക് നെവർ ഫെയിൽസ്. കഠിനാധ്വാനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. നമ്മുടെ ചിന്തകൾ വഴി നാം ഉയരുന്നു, നമ്മുടെ ചിന്തകൾ വഴി നാം വീഴുന്നു. ചിന്തകളെ നിയന്ത്രിച്ചാൽ ജീവിതത്തെ നിയന്ത്രിക്കും. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമല്ല, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വേണ്ടിയാണ് ഭാരതത്തിലെ മഹർഷിമാർ രണ്ട് വാക്കുകൾ പല പ്രാവശ്യം ഉച്ചരിച്ചിട്ടുള്ളത്. അത് പ്രേയസ് ആൻഡ് ശ്രേയസ്. പ്രേയസ് മനസ്സിന് പ്രിയങ്കരമായ ചാനലുകളാണ്. ശ്രേയസ് നമ്മുടെ ഭാവി ജീവിതത്തിന്റെ ഉന്നതിക്ക് വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന ശ്രേയസ്കരമായ ചിന്തകളാണ് ശ്രേയസ്. ജീവിതത്തിൽ ഉന്നത വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ശ്രേയസ്സാണ് 90% ഉണ്ടായിരിക്കണം. 10% പ്രിയങ്കരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാലും അതൊരു തെറ്റാകുമെന്ന് തോന്നുന്നില്ല. നിങ്ങളുള്ള ഊർജം പല ചാനലുകളിലേക്ക് തിരിച്ചു വിടരുത്. അങ്ങനെ പല ചാനലുകൾക്ക് ഊർജം തിരിച്ചുവിടുന്നതിനെ നമുക്ക് പ്രേയസ് എന്ന് പറയാൻ സാധിക്കും. എന്നാൽ ഒരു മഹത്തായ ലക്ഷ്യപ്രാപ്തിക്കായി സർവ്വ കഴിവുകളെയും പ്രയോജനപ്പെടുത്തണം. അതിന് ശ്രേയസ് നമുക്ക് ആവശ്യമായിരിക്കും. ഈ വർഷം ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടികളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. 10ാം ക്ലാസ്സിൽ ലക്ഷ്മി നന്ദന, അഞ്ജു മറിയം തോമസ്. ഈ രണ്ട് കുട്ടികളെ കുറിച്ചും ഓരോ വാക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്കൂളിൽ ദീർഘകാലം അഡ്മിനിസ്ട്രേറ്റർ എന്ന പദവി അലങ്കരിച്ച ശ്രീമതി പത്മിനി ടീച്ചറിന്റെ മകന്റെ മകളാണ് ലക്ഷ്മി. പത്മിനി ടീച്ചറിന്റെ മഹത്തായ സേവനത്തെ മാനേജ്മെന്റ് ഒരിക്കലും മറക്കുകയില്ല. ടീച്ചറിന്റെ കൊച്ചുമകൾക്ക് ഈ ഉന്നത സ്ഥാനം ലഭിച്ചു എന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അഞ്ജു മറിയം തോമസിനെ കുറിച്ചും എനിക്കൊരു വാക്ക് പറയാനുണ്ട്. അഞ്ജുവിന്റെ എൽഡർ സിസ്റ്റർ മേര ദേശീയ തലത്തിൽ, സ്റ്റേറ്റ് ലെവലിലും ദേശീയ തലത്തിലും ബ്ലൂമിംഗ് ബഡ്സിന്റെ കൊടി സ്പോർട്സ് മേഖലയിൽ ഉന്നത വിജയത്തിലൂടെ പറപ്പിച്ചിട്ടുള്ള കുട്ടിയാണ് സ്മേര. ആ സ്മേരയുടെ അനുജത്തി അഞ്ജു മറിയം. അഞ്ജു മറിയമും ഈ ഉന്നത പദവിയിൽ എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്കുള്ള സന്തോഷം പ്രത്യേകമായി അറിയിക്കുന്നു.
ഞാൻ മറ്റാരെയും കുറച്ച് കാണിക്കുകയല്ല. എങ്കിലും നിങ്ങൾക്ക് ഉന്നത വിജയം നേടുന്നതിനുള്ള അവസരങ്ങളും സാധ്യതകളും ഇനിയും വളരെയധികം നിലവിലുണ്ട്. നിങ്ങളുള്ള സാധ്യതകളെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളിലുള്ള പ്രതിഭയെ നിങ്ങൾ കണ്ടെത്തണം. ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നവും ലക്ഷ്യവും ഈ വർത്തമാനകാലത്ത് നിങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ഊർജം പല വഴിയെ തിരിഞ്ഞു പോകാതെ പോസിറ്റീവ് എനർജി അത് ഭാവി ജീവിതത്തിൻ്റെ സുസ്ഥിരമായ നിലനിൽപ്പിന് സന്തോഷവും സംതൃപ്തി നൽകുന്ന ഒരു നല്ല ജീവിതത്തിന് ഉതകുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല അഭിമാനമുണ്ട്. നിങ്ങൾ നാടിനും കുടുംബത്തിനും ഈ രാജ്യത്തിനും ബന്ധമായി തീരണം. എഡ്യൂക്കേഷൻ ഈസ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. അടുത്ത തലമുറയെ കൂടി നിങ്ങൾ സ്വപ്നം കാണണം. നിങ്ങളുടെ ജീവിതകാലം കഴിഞ്ഞാലും അടുത്ത തലമുറയിലും നിങ്ങളുടെ നാമങ്ങൾ നിലനിൽക്കുവാൻ തക്കവണ്ണം, മധുരസ്മരണയിൽ മനുഷ്യ മനസ്സിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിത രീതികളെ ക്രമീകരിക്കണം. നിങ്ങളുടെ ഭാവി ജീവിതത്തിന് എല്ലാ മംഗളങ്ങളും നേരുന്നു. ഉന്നത വിജയം നേടാത്ത കുട്ടികൾക്കും ഇനിയുമുള്ള അവസരങ്ങൾ വേണ്ട പ്രകാരം വിനിയോഗിച്ചാൽ ഉന്നത വിജയം നേടുവാൻ സാധിക്കും എന്ന പ്രത്യാശയോടെ, ശുഭപ്രതീക്ഷകളോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രാർത്ഥനയും മംഗളങ്ങളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. Thank you, Father, for those inspiring words of yours. Now, it is the time to congratulate our subject toppers of AISSE. So now, we'll have the names of those students displayed. First, we have Advaid Manjeri Mohandas, who has scored 100% marks in social science and 96% marks in maths. He is a subject topper of both these subjects. Then we have Siddharthan Shashi. He has scored 100% marks in social science and 99% marks in Malayalam. Next, we have Afreen, who is a top scorer in social by scoring 100% marks. Lakshmi Nandana M, the top scorer of Sanskrit, scoring 100% marks. Next, Ashwana K.A., again top scorer of Sanskrit, scoring 100% marks. Then we have the top scorer of English, P.A. Avantika, scoring 99%. Anju Mariam Thomas, top scorer of Malayalam, scoring 99% mark. Lakshmi Nandana and Anju Mariam Thomas have also scored full A1. Harsha A, top scorer in Malayalam, scoring 99% marks. Liana M. Sunir, top scorer in Malayalam, scoring 99% marks.
Ashwin KS, top scorer in Malayalam, scoring 99% marks. Gopika Muralidharan, top scorer in Malayalam again, scoring 99% marks. Jovan Jiju, top scorer of Hindi, scoring 99% mark. Akshara Suresh, top scorer of Hindi, again scoring 99% marks. Malati, top scorer of Science, scoring 98% marks. Other than Lakshmi Nandana and Anju Mariam Thomas, we have got two students who have scored full A1. We have KV Varun Krishnan and also Ritik KH. These two students have also scored full A1 in all the subjects. These are our top scorers in AISSE exam. Now, may I invite Reverend Father Benjamin OIC, our manager, our motivator and guide, to share his thoughts with us. We welcome you, Father. Good afternoon, everybody. Okay, stand. Good afternoon, Father. Okay. Most respected Father Zakaria OIC, Superior Badani Ashramam, beloved Father Solomon OIC, our former manager, respected Principal Mrs. V.K. Ramabhai, our Vice Principal Sadi Devi Rajagopal, PTA President Mr. Bijubal, PTA Executive Members, parents, teachers, and our meritorious buds and well-wishers of Blooming Buds Bedania. We are facing a difficult time, but this too will pass. Hope all of you are safe and secure. I am very much honored to be here to congratulate our promising starts in this virtual Merit Day celebration. Congratulations, dear students. It's purely a new experience. Our mission is to prepare our students to be global citizens. The management, staff, parents, and students are committed to this mission. A grand tradition of 24 years helps us to move dynamically for the future. Blooming Buds Bedania wants to move this international perspective and make education an overall learning experience. We give equal importance to co-curricular and extracurricular activities. Sometimes some parents and a few teachers have a thought that it may affect the academic results. But this year, our toppers, especially dear Lakshmi Nandana, proved that it never affects the academic side of a student. She achieved this 96.2% mark without any so-called coaching or tuition. It proves that the teaching faculty of Blooming Buds Bedania is perfect and best. This is the reward for you, dear teachers. Let me conclude. Before that, I want to congratulate the principal, vice principal, our teaching faculty, and especially our technical assistant Dilip sir and all the other IT department staff and all organizers and participants for this virtual Merit Day celebration. It will definitely be one of the cherished memories for everybody here. It puts out that we all have the opportunity to leave our signature in this world, even in the midst of any situation. Yes, we shall overcome someday. I do believe we shall overcome. Once again, I wish you all success and best wishes. Thank you. Thank you, Father. Now, we have our beloved Reverend Father Patros OIC, Principal of Bethany St. John's English Higher Secondary School, to felicitate the occasion. ബഹുമാനപ്പെട്ട സക്രിയച്ചൻ, ആശ്രമ സുപ്പീരിയർ, ബഹുമാനപ്പെട്ട സോളമച്ചൻ, മുൻ മാനേജർ,
ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ അച്ഛൻ, എത്രയും സ്നേഹാദരങ്ങളുള്ള രമാബായി ടീച്ചർ പ്രിൻസിപ്പൽ, സതിദേവി ടീച്ചർ വൈസ് പ്രിൻസിപ്പൽ, ആദരണീയരായ മാതാപിതാക്കന്മാർ, ബഹുമാനപ്പെട്ട അധ്യാപകർ, ഇന്നത്തെ തിളക്കമേറിയ ദിവസത്തിന്റെ നായകരായിട്ടുള്ള നല്ല മാർക്ക് വാങ്ങി വിജയിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അതുപോലെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ വിദ്യാർത്ഥികളും എല്ലാവർക്കും ഈ വൈകുന്നേരത്തിന് നല്ല നമസ്കാരം പറയും. കൊറോണയുടെ ഒരു കാലം എല്ലാ മനുഷ്യനും ഒരു പുതിയ ഉണർവിന്റെ ഒരു കാലം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ഒരു വലിയ മീറ്റിംഗ് 1000-2000 ആളുകളെ ഒന്നിച്ചു ചേർത്ത് നടത്താൻ പറ്റുന്ന മീറ്റിങ്ങുകൾ പോലും സ്വന്തം വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം. അതൊരു പ്രത്യേക നിമിഷമാണ്. പുതിയ കണ്ടുപിടുത്തങ്ങൾ അങ്ങനെയാണല്ലോ ഉണ്ടാകുന്നത്. നെസസറി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്നാണ് പറയുന്നത്. എന്തായാലും ഈ കുട്ടികളുടെ മീറ്റിംഗ് ഇങ്ങനെ ഒരു പ്രതലത്തിൽ നടത്താൻ കഴിയുന്നത് ഒരുപക്ഷെ നല്ലതായി എന്ന് വിശ്വസിക്കുന്നു. പുതിയ കാലത്തിന്റെ ഒരു തുടക്കമാവാം ഇത്. ഇന്ന് വലിയ വിജയം നേടി നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ഈ കുട്ടികളെ ഓർക്കുമ്പോൾ അവരവരുടെ കഠിനാധ്വാനം കൊണ്ട് നേടിയ വിജയം, അവരുടെ പിന്നിൽ പ്രവർത്തിച്ച പല കരങ്ങളുണ്ട്. അധ്യാപകര്, സ്കൂളിന്റെ മാനേജ്മെന്റ് ഉൾപ്പെടെ അധ്യാപകര് മുഴുവൻ ഈ കുട്ടികൾക്ക് വേണ്ടി എത്രയധികം ഊർജം ചെലവഴിച്ചിട്ടുണ്ടാവാം. അവരുടെ മാതാപിതാക്കന്മാർ ഊർജവും എല്ലാ സ്നേഹം, സന്തോഷം എല്ലാം പകർന്നു കൊടുത്ത് അവരെ കൈപിടിച്ച് നടത്തിയ മാതാപിതാക്കൻ എല്ലാവരെയും ഒന്നിച്ച് അനുസ്മരിക്കണം. അവരോട് ആദരവുണ്ടാവണം. പ്രിയപ്പെട്ട കുട്ടികളോ, ഭൂമിയുടെ ഒരു പ്രത്യേകതയെ കുറിച്ച് പറയുന്നുണ്ട്. ഭൂമിക്ക് ആകർഷണമില്ല. റോഡാവേണിന്റെ ഒരു പുസ്തകം, ദി സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവാം. ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം, എല്ലാ മനുഷ്യനും, ഏത് മനുഷ്യനാണെങ്കിലും ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണാൽ അത് ഭൂമി അതിനെ നിരസിക്കില്ല. അയാൾ താഴെ വീണിരിക്കും. അയാൾ നല്ലവനാണോ മോശമാണോന്ന് ഒരു പ്രത്യേകതയും ഭൂമിക്കില്ല. എല്ലാത്തിനെയും ആകർഷിക്കും. ആ എല്ലാത്തിനെയും ആകർഷിക്കുന്ന ഭൂമിയുടെ സ്വഭാവത്തിൽ കാന്തത്തിന്റെ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കാന്തത്തിന്റെ പ്രത്യേകതയാണെങ്കിൽ അത് സെലക്റ്റീവാണ്. കുട്ടികളോട് പറയാനുള്ളത്, ഭൂമിയുടെ ആകർഷണത്തെക്കാൾ നമ്മെ സ്വാധീനിക്കേണ്ടത് കാന്തത്തിന്റെ ആകർഷണമാണ്. എന്താണ് വേണ്ടത്, എന്താണ് സ്വീകരിക്കേണ്ടതെന്ന് കൃത്യമായി തീരുമാനമെടുത്ത് അതിനെ സ്വീകരിക്കാൻ കഴിവുള്ളവരാകണം ഈ കുട്ടികളെ. കാരണം ഇപ്പൊ നിങ്ങൾ വളർച്ചയുടെ ആദ്യ പടവുകളില്ല. ഇവിടെ നിന്ന് നിങ്ങൾ തുടങ്ങുകയും പിന്നീട് അങ്ങോട്ട് കുതിച്ചു പായുകയും ചെയ്യും. ലക്ഷ്യബോധം വളരെ വലുത്. നിങ്ങൾ നേടുന്ന അറിവിന്റെ അളവ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വഴി, നിങ്ങൾ ഇഷ്ടപ്പെട്ട ജോലി ഏതാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് ഊന്നിയതാവണം. അങ്ങനെ നല്ല കൃത്യ ലക്ഷ്യബോധമുള്ള ഒരു കുട്ടി വളർന്ന് അവന്റെ അനന്തമായ വികായത്തിലേക്ക്, നല്ല തെരഞ്ഞെടുപ്പുകളുള്ള വലിയൊരു ലോകത്തിലേക്ക് കടന്നെത്തുമ്പോൾ അവർക്ക് സന്തോഷിക്കാൻ കഴിയും. സ്കൂളിന് അതിന്റെ അഭിമാനവും ഉണ്ടാകും. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു, ചിത്രശലഭത്തിന്റെ ജീവിതത്തെ കുറിച്ച് ദ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം. ഇതിനകത്ത് മെറ്റാമോർഫോസിസ് എന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു വസ്തു അതിന്റെ ആ രൂപത്തിൽ നിന്ന് വളരെ മാറ്റം വന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നതിനെയാണ് ഈ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. ചിത്രശലഭത്തിന്റെ ആദ്യ രൂപമായ പുഴു ആദ്യം വളർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ നിന്ന്, പുഴുവായിരിക്കുന്ന ഘട്ടത്തിൽ നിന്ന്, ഇഴഞ്ഞു നടക്കുന്ന ഘട്ടത്തിൽ നിന്ന് വീണ്ടും അടങ്ങിയിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതിനുശേഷം അതിന്റെ വർണ്ണശബളമായ ചിറകുകൾ വിടർന്നു വന്ന് അത് ഈ ലോകത്തിന്റെ അനന്തകോണുകളിലേക്ക് പറന്നു പോകുന്നു. കുട്ടികളുടെ ഓരോ പഠന കാലയളവും ഈ ആദ്യം പറഞ്ഞതുപോലെ നല്ല അറിവുകൾക്ക് വേണ്ടി, നല്ല നേട്ടങ്ങൾക്ക് വേണ്ടി, നല്ല ലക്ഷ്യത്തിന് വേണ്ടി കുതിച്ചു പാഞ്ഞു തുടങ്ങുമ്പോൾ ഈ എഴഞ്ഞു നടക്കുന്ന സാഹചര്യമുണ്ടെങ്കിലും അവിടെ നിന്ന് സമാധിയിലേക്കും, അതായത് ഒരു ജോലി കിട്ടുന്ന കാലത്തിലേക്കും പിന്നെ അവരുടെ ഭാവിയുടെ ശുഭമായ വളർച്ചയിലേക്കും കടന്നെത്തുന്നത് വരെ സാവകാശം എടുക്കണം. പക്ഷെ സാവകാശം എടുത്താൽ അവർക്ക് മുമ്പിൽ മഴവില്ലിന്റെ നിറങ്ങൾ പോലെയുള്ള ചിറകുകളുമായി
ഈ ചിത്രശലഭം പറന്നിറങ്ങുന്നത് പോലെ കുട്ടികൾക്ക് ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും അവരുടെ അറിവിന്റെ പല മേഖലകളിലേക്കും മരണശബളമായി കടന്നു ചെല്ലാൻ കഴിയും. ഇത് നിങ്ങളുടെ ചവിട്ടുപടിയാണ്. ഇവിടെ നിങ്ങൾ ഉണർവോടെ ഉത്സാഹത്തോടെ ചടുലമായി കുതിച്ചു പായാനുള്ള തയ്യാറെടുപ്പ് നടത്തുക. നിങ്ങൾക്ക് ഇനിയും വളർച്ച നേടാൻ കഴിയട്ടെ. നിങ്ങളുടെ വിജയം ഓരോ കാലഘട്ടത്തിലും വളർന്ന് പെരുകട്ടെ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ അടുത്ത ഭാവിയുടെ പ്രതീക്ഷകളാണ്. നിങ്ങളിലേക്ക് ഞങ്ങൾ കണ്ണുനട്ടിരിക്കുന്നു. നിങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാവട്ടെ. ഈ വിജയം അതിന്റെ അടിസ്ഥാനമാവട്ടെ. ഓരോ പഠനത്തിലും നിങ്ങളുടെ വിജയം പൂർണ്ണമാവട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. Thank you, Father, for those eye-opening words of yours. Let us now congratulate the subject toppers of AISSCE. First, we have Sharath PS, who is the top scorer in 4 subjects: English 97%, Economics 96%, Business Studies 98%, and Accountancy 99%. He is the top scorer in all the 4 subjects. Then we have Yadu Nandanan, top scorer in Maths with 95%, Physics with 90%, Computer Science with 96%. P. Rohan Saju. He is the top scorer in English with 97%, Physics with 95%, Chemistry with 98%, and Biology with 99%. He is a top scorer in 4 subjects. Sudev K. He is the top scorer in Maths with 95%, Physics with 95%, Computer Science with 96%. Aditya Dinesh. He is the top scorer in Maths with 95%, Physics with 95%, and Computer Science with 96%. Navneet Shankar Kip. He is the topper in English with 97%. Nandana AS. She is the top scorer in Physics with 95%. Devika Venugopalan. She is the top scorer in Malayalam with 94%. Kirtana Shajan, top scorer in English with 97%. Krishnan KM, top scorer in Physics with 95%. Arabhi Parameshwaran, top scorer in Physics with 95%. Shruti Sunil, top scorer in Computer Science with 96%. And Rinto K. Givar, top scorer in Maths with 95%. These are the top scorers in subjects in AISSCE examination. Now we have the school toppers. In AISSE examination, we have Anju Mariam Thomas. Anju Mariam Thomas has scored 96.2% marks. We have one more top scorer in AISSE examination, that is Lakshmi Nandana, again with 96.2% marks. Top scorer of AISSCE examination, in science stream, we have Yadu Nandanan. And in commerce stream, we have Sharath PS. Sharath PS in commerce stream and Yadu Nandanan in science stream. These are the students who have made Blooming Buds Vedania extremely proud. Now, I wholeheartedly invite our strength and support, our Vice Principal, Mrs. Sati Devi Raj Gopal, to speak a few words.
Hello. Good afternoon to all. Hope I am audible. Yes, ma'am. Yes, you're audible. Good afternoon to all. You can also see me. Good afternoon. Respected Father Scaria OIC, Superior Bethany Ashram, and founder manager of Blooming Buds Bethania School, Reverend Father Solomon OIC, our former manager, Reverend Father Petros OIC, Principal Bethany St. John's School, our manager now, Reverend Father Benjamin OIC, our principal, Mrs. Rama Bai VK, the stars of the day, our bloomed buds, the outgoing students of Standard 12 and Standard 10 2020 batch. Dear parents, my dear friends, I bow to one and all. It is indeed an extremely happy moment for me today to be present and talking to all of you on this awesome occasion of our 18th Merit Day celebration. First of all, I would like to thank God for making this glorious victory happen again and again, year after year. Next, I want to congratulate all my dear students who have come out with flying colors and made us, the school, teachers, and their parents extremely proud. I wish them all the very best. May God bless you, dear children, and lead you through the right path. Wish you all a very bright future. The parents have been a great source of support to our children. Let me now thank them for their support. And it is really nice to see that you're all happy and you had made the right choice years before when you decided to put your child in Blooming Buds Bethania School. I'm extremely happy for you and I congratulate you for this victory. Your ward's victory is definitely your victory. I congratulate all the parents on this occasion. Our teachers have been a guiding force behind the success of our students. Their timely guidance, their effective assessments, their additional coaching, special classes, all these have helped and enabled us to achieve this success. Hearty congratulations to all of you, dear teachers. Now, all these would not have been possible without the support of great support, I would say, great support of our management. So I take this opportunity to congratulate our management also on this occasion, on this victorious moment, because it was their decision to come up with the school and to see success year after year. So congratulations to all the members of the management. We heard the founder manager speak to us today. He was there on day one with us, followed by Reverend Father Solomon OIC, who was a manager for several years. And I take this opportunity and I'm reminded of our former manager, Reverend Father Givergis OIC, who was with us with his advices and all their blessings are there with us
and I'm happy about it, and I congratulate the management also for this great success. When I congratulate the students, I mean each and every one of you. All the children who appeared for the AISSC 18th batch, and all those who appeared for the AISSCE 15th batch. All of you have made your mark now. It is not only the top scorers. You have also worked and you have scored. I know that some of you are not very happy with the marks that you have scored due to many other valuation problems and things like that. But you have, I can assure you, I can definitely say that you have all made us extremely proud. Even in these difficult times, you have made us keep our collars up. You have really made us proud, children. Very good. Keep it up. So I want to wish all of you all the very best in future, the next course that you take up and for the life yet to come. Wish you all the best, dear children, and keep making your parents proud of you. Keep coming back to our school and keep informing us where you are, what are you doing. Keep us all posted. We would very much like to hear from you, and we would always like to shower our blessings on you. Very good, children. Keep it up once again. Now, I would like to conclude this by reciting my favorite words written by Robert Frost. Now, these are the lines which Jawaharlal Nehru, Pandit Jawaharlal Nehru these lines were very close to his heart. And so I would like to recite a few lines, and it goes like this. Pandit Nehru was very fond of these lines, and he had these lines written on the wall. He had framed and kept these lines on the wall, on his wall, so that he looks at it every time and he sees it and reads it. So these are the lines of Robert Frost. The woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep. This is to remind you, children, that you have a long way to go. I now want to wish you all the best throughout your path. Let God be there to guide you. All of you truly deserve a cheer clap. My dear students and the teachers of Blooming Buds Britannia School, and the management and the fathers who supported them, all of them. So all of you dear children, school, cheer clap, go. Thank you. Thank you, ma'am, for those heartfelt words of yours. Parents have always been a great support to all the ventures of our school. I now invite the PTA President, Mr. Bijubal, to felicitate the occasion. നമസ്കാരം. ബഹുമാനപ്പെട്ട സക്കറിയ അച്ഛൻ, സോളമച്ചൻ, പ്രിയപ്പെട്ട ബെഞ്ചമിൻ അച്ഛൻ, ഫാദർ പത്രോസ് OIC, പ്രിൻസിപ്പൽ രമാബായി മാഡം, വൈസ് പ്രിൻസിപ്പൽ സതി മാഡം, മറ്റു രക്ഷിതാക്കൾ, കുട്ടികൾ, എല്ലാവർക്കും ഇത്തരമൊരു രീതിയിൽ നടക്കുന്ന ഈ മെറിറ്റ് ഡേയുടെ ചടങ്ങുകൾ ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് നാം ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വലിയൊരു മഹാവിപത്തിന്റെ നടുവിലൂടെയാണ് നാം ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പലതലങ്ങളിൽ പല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഒരു വൈറസിന്റെ പരാക്രമത്തിന് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ
ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ സ്കൂളിനെയും ബാധിച്ചിരിക്കുകയാണ്. ഒരിക്കൽ പോലും നാം ചിന്തിക്കാത്ത, നാം സഞ്ചരിക്കാത്ത മറ്റു പല വഴികളിലൂടെയും നാം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ കൂടിച്ചേരലുകളും ഈ ഒരു പ്രോഗ്രാമും ഇങ്ങനെ സംഘടിപ്പിക്കപ്പെട്ടതും. എന്നാൽ ഒരു സ്കൂൾ എന്ന നിലയിൽ നാം ചെയ്തു തീർക്കേണ്ട കുറെ കാര്യങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയാണെങ്കിലും നാം ഇപ്പോൾ പൂർത്തീകരിച്ചു വരികയാണ്. വൈറസിന്റെ വ്യാപനങ്ങൾ ആരംഭിച്ച ആ കാലത്തു തന്നെ അതിനെയൊന്നും വകവെക്കാതെ നല്ല രീതിയിൽ പഠിച്ച്, നല്ല രീതിയിൽ ശ്രദ്ധയോടെ പഠിച്ച് നല്ല വിജയം കൈവരിച്ച നമ്മുടെ സ്കൂളിലെ എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും സ്കൂൾ PTA വക എല്ലാ അഭിനന്ദനങ്ങളും ഈ വേളയിൽ നേരുകയാണ്. കൂടാതെ അവർക്ക് വിജയപാതയൊരുക്കിയ അധ്യാപകർക്കുമുള്ള നന്ദിയും സ്കൂൾ PTA പ്രത്യേകം ഈ വേളയിൽ അറിയിക്കുകയാണ്. തുടർകാലങ്ങളിലും വരും കാലങ്ങളിലും കൂടുതൽ മികച്ച വിജയങ്ങൾ നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for all those wishes, and we definitely know that you will keep wishing us for our good each and every year. Thank you, sir, once again. Now, may I invite Mrs. Rafia, parent of Afreen, to speak a few words. Good evening to all. I'm so happy to represent all the parents here, the whole parent community. First, let me take the opportunity to thank Reverend Father Zachariah OIC, Reverend Father Solomon OIC, Father Benjamin OIC, Reverend Father Patros OIC. Indeed, very happy with our students' performances this year. We very well know how uncertain and very stressful this year had been. Though our children were able to achieve the great success and the great numbers this year. All credit goes to our teachers who have made this possible. I think Mrs. Rafia has lost her connection. We'll just wait for a minute to see if she gets back to us. Rafia ma'am, are you there? Okay, I think she has lost her connection. We'll get back to her when she gets her connection back. By that time, may I invite Sharat PS, our top scorer of AISS CE Commerce, to speak a few words. Hello, Miss. Am I audible? Yes. Am I audible? Yes, I can hear you. Okay, fine. First of all, to start in the formal manner, a very good afternoon to you all. I understand it's very hard to sit in front of a gadget for a long time. So I don't want to drag my speech for a long. I'll try to finish it as soon as possible. First of all, let me start my speech by giving glory to the God Almighty. I actually wanted to speak about 4 particular things. It's not particular things. It's one of the key factors of our life. First one is parents, teachers, school, and future. To start with parents, I don't think that's a topic which I have to elaborate for a long time. But still, at this point of time, I wanted to say about my parents, because without them, I wouldn't have accomplished anything, because they are my backbone. My mom and dad always try to provide me with the best. That's why I ended up in, that's why I scored such a result. Anyway, in this point of time, I wanted to thanks my parent for providing me the best education which is possible to me. And that's first thing which I wanted to tell you. Whenever you try to do something, we should always do
that, not to provide happiness to our parents. That's what the main reason which I scored such a result. Whenever I did something, I always wanted to provide happiness to my parents, and maybe that's the reason I would have scored such a result, and that's why I'm speaking to you right now as one of the person here. And to say about the next topic, it's about teachers, and we all know that we spend more time with our teachers than our parents. They are the ones who lays the foundation to our future. Actually, I'm really blessed because I had the best teacher, and with them I was able to score a good mark also. I wanted to call their names in this particular occasion, but what to say, due to lack of time, I'm not wanted to do that. I always gave my ears to what they said, and that's another factor which took me to this result. Thank you, teachers, for providing me with the best education which is possible by you. Thank you for your support, prayers, and motivation. And that's the second thing. What I wanted to tell my juniors is that always give your ears to them. They will provide you their heart, and you will not regret for what you have chosen by hearing their words. And the third one is school. That's what the one which we all are missing right now. And that's a true fact. We all are missing our school, that classrooms, friends, ambience, everything. When you talk about school, earlier, what comes to my mind is that early morning classes, waking up early in the morning and going to school in a hurry-burry manner, and all those things were really cumbersome for us. But right now, what we miss the most is the school life itself. And most of you would have experienced that particular scenario by this time itself, because this situation of pandemic, this situation of COVID pandemic has resulted in such a manner that we are supposed to sit in our homes and study by that. What I feel is it's really a problem because we are missing our school, and that's what to see, our teachers, friends, everything. This is the third point which I wanted to make, that I always wanted to make school life as memorable one, and I was also able to step out from Blooming Bets Vedania with flying color and with a bunch of memories. And many people have played a vital role in that. My friends, teachers, everybody took a major part in that victory, as well as making my school life memorable. Anyway, thank you all. And the last thing which I wanted to tell in this occasion is about the future, and this is mainly meant for my junior friends, those who are going to appear in the coming years. It's that future. I'm not elaborating the future because I haven't experienced anything, any outcomes related to my future decisions. Just one thing I wanted to say you, that whenever you try to choose something regarding your future, make sure that you are choosing it with 100% of love and passion, because you won't regret for what you have chosen later. And let me conclude my words by quoting the words which Nelson Mandela said: "Education is the most powerful weapon which we can use to change the whole world." And make use of education, my dear friends. And thank you all. Thank you, Sharath, for those words of yours. It was an award to your parents, teachers, and everyone who were hearing it. Thank you once again. Okay, Rafia Miss, are you present? May I have you, Rafia ma'am? Yes, Shimna ma'am. Yes. Rafia ma'am, you lost your connection, it seems, halfway. So would you please complete what you were saying? Oh, sure, definitely. I would like to complete. I never knew I lost the connection. Okay, ma'am, you may speak. I really do not know now. I'll just do again. It is good evening to all once again. And I just wanted to stress in 2 key things where I was very happy to represent the parents community. Second is very happy with the students' performances, the way they have come out with flying colors in this stressful and uncertain situation that we had. The students
have achieved great numbers. And all this was only possible because of our teachers who have, again, they could manage this year. They were the ray of hope in our students' life, in our children's life. And with their hard work and dedication, we could achieve it. And this year is going to be more stressful because of the virtual studies and online classes. So from the parents' behalf and all the children's behalf, we wish the teachers all the best for the next year and all coming years, that our school, Blooming Buds Bethania, fares the best, and we can have more toppers, and we can have such real merit shows to be held, and our students come out flying colors. And I thank everyone to have me here. Thank you. Thank you, ma'am. As the words of Henry Ward Beecher goes, gratitude is the fairest blossom which springs from the soul. Now, I'd like to invite Devika B. Nair, our school pupil leader, to deliver the vote of thanks. A pleasant afternoon to all. I deem it a great honor and privilege to propose the vote of thanks on this memorable occasion. Let me first of all start by giving glory to the Almighty for making today's occasion a resounding success. Due to the present situation, we are not able to gather in our school auditorium to make this success a grand occasion. In spite of that, our management had came forward with this idea of celebration. First and foremost, let me thank Reverend Father Scaria OIC, who always was there to support us in every needs and deeds. We are really blessed to have you here, Father. I thank Reverend Father Solomon OIC, who had shown us the right path for our future. Next, I would like to thank Reverend Father Patros OIC, who is really supportive for us. Your presence had showered us with blessings. I thank our manager, Reverend Father Benjamin OIC. His able guidance has always encouraged us. He had brought many changes in our school, which led us to success. I thank you, Father. Next, I thank our principal, Mrs. Ramabai VK, the sweet cookie of our school, whose smile can brighten our every day. I thank you, ma'am. My heartfelt thanks to our vice principal, Mrs. Sati Devi Rajgopal, who is the backbone of our school. We are really glad to have you, ma'am, here. I also thank our PTA president, Mr. Biju Pal, for his presence in this occasion. I owe special gratitude to our teachers who have worked hard to make this occasion a grand success. I also thank our dear parents who had provided all the facilities to our shining stars, which led them to great success. Last but not the least, I thank the today's stars for your cooperation. I wish you a good luck for your future. Finally, I leave you this inspiring quote by Martin Luther King. An individual has not started living until he rises above the confines of his individualistic concerns to the broader concerns of all humanity. Thank you all. Thank you, Devika, for proposing the vote of thanks. With this, we come to an end of our today's venture. This was an innovative idea put forward by our beloved manager, and I hope we have worked it to success. Thank you, Father, for your motivation, and thank you, all the parents and students who have been a part of this program. Thank you all.